ചൈന ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചു. അമേരിക്ക അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഞെട്ടിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ട് തരത്തിൽ അതിനെ ചൈന ന്യായീകരിച്ചു കൊണ്ടാണ് ഈ പരീക്ഷ നടത്തിയത് എന്നുള്ള വിവരമാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. അതിലൊന്ന് പറയുന്നത്, അനിയന്ത്രിതമായ രീതിയിലുള്ള തായ്വാന്റെ വിഷയത്തിലുള്ള അമേരിക്കയുടെ ഇടപെടൽ ഞങ്ങൾക്ക് സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ളതാണ്. ഞങ്ങളുടെ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമാണ് തായ്വാൻ എന്നതിനാൽ അതിൽ അമേരിക്ക ഇടപെടേണ്ട ആവശ്യമില്ലെന്നും അവർ ആ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് വേണ്ടത് എന്ന തരത്തിലുമാണ്. എന്നാൽ ചൈനയുമായിട്ടുള്ള ബന്ധം അമേരിക്കക്ക് നല്ല രീതിയിലല്ല എന്നുള്ളതും ടാക്സ് ഇനത്തിലൊക്കെ വലിയ രീതിയിൽ വൻതോതിലെ വർധനവ് ചൈനക്ക് ഉണ്ടാക്കിയതും ഉണ്ടാക്കിയതോടനുബന്ധിച്ച് അമേരിക്കക്ക് സമാനമായ രീതിയിൽ തിരിച്ചടി ചൈന നൽകിയതും നമ്മൾക്കറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരം സഹായങ്ങൾ, അതായത് തായ്വാന് അമേരിക്ക നൽകുന്ന സഹായങ്ങൾ തടയുകയും തങ്ങൾക്ക് നിരന്തരമായ രീതിയിലുള്ള ഇത്തരം വിഷയങ്ങൾക്കെതിരെ ബദൽ സംവിധാനം നടത്താൻ തങ്ങൾ ശക്തരാണ് എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് തങ്ങൾ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത്. അത് വിജയിച്ചിരിക്കുന്നു എന്നുള്ളതും ശക്തമായിരിക്കുന്ന ഒരു ഇത്തരം സമാനമായിരിക്കുന്ന സ്ഫോടനം നടത്തിയാൽ ദേശം പോലും കരിഞ്ഞു പോകാൻ പാകത്തിലുള്ളതാണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറയുന്ന സംവിധാനം എന്നും ചൈനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം ഇതിനോടനുബന്ധിച്ച് തന്നെ ചൈന നടത്തിയതാണ്. അതിനവർ പറയുന്ന കാര്യം, അതിന് അമേരിക്ക തന്നെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അമേരിക്കയുടെ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വൈമാനികർ പറയുന്ന കാര്യം, അതിശക്തമായിരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ യമൻ ഉപയോഗിക്കുന്നത് അവരുടെ നിർമ്മിതിയല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. അപ്പോൾ ഒന്നൊക്കിൽ അത് നിർമ്മിക്കുന്നത് ഇറാനാണ്, അതല്ലെങ്കിൽ ചൈനയാണ്. ചൈനയുടെ കൈവശത്തിലാണെങ്കിൽ അത് 4000 മുതൽ ഏകദേശം 10,000-ലധികം കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ട് കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിൽ സ്ഫോടനം നടത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ യമൻ ഉപയോഗിക്കുന്നത് ഏറെക്കുറെ ഈ തരത്തിലുള്ളതാണ്. കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിൽ അവർക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ചെങ്കടലിന്റെ മേഖലയിലുള്ള അമേരിക്കയുടെ കപ്പലും യമനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 3500-4000 കിലോമീറ്ററോളം അടുത്തെത്തുന്നതാണ്. ആ മേഖലയിൽ നിന്ന്, യമന്റെ മേഖലയിൽ നിന്ന് കൃത്യം ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ ആക്രമിക്കുന്നു എന്നുള്ളത് അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചതാണ്. അപ്പോൾ ഈ മേഖലയിൽ ചൈനക്കുള്ള സ്വാധീനം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ പറയപ്പെട്ട ഹൈഡ്രജൻ ബോംബിന്റെ പരീക്ഷ നടത്തിയത്. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് ചൈനയുടെ സൈനികർ വന്നിരിക്കുന്ന വിവരം പുറത്തു വരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ഈജിപ്തും ചൈനയുടെ സൈനികരും തമ്മിൽ സംയുക്തമായിരിക്കുന്ന ആകാശ നിരീക്ഷണങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സംയുക്തമായിരിക്കുന്ന പല പരീക്ഷണങ്ങളും ആകാശവുമായിട്ട് ബന്ധപ്പെട്ടും കടലുമായിട്ട് ബന്ധപ്പെട്ട് നേവി അക്കാദമി എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അവരുമായി സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് നടത്തി എന്നുള്ളതാണ്. അപ്പോൾ ചൈനയുമായി ഈജിപ്ത് ചേർന്ന് നിൽക്കുന്നത് അമേരിക്കക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവർ ഒന്നിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതിനു മുൻപ് തന്നെ അമേരിക്ക അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് വിഷയം ഇപ്പോൾ അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കും. ഒന്ന്, ഈജിപ്ത് ചൈനയുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്, സൗദി അറേബ്യ ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. ഇവരെയൊക്കെ ഒരു കാലത്ത് വേർതിരിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായിരിക്കുന്ന നിലനിൽപ്പ് രാജ്യത്തുണ്ടാവണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ വേണം എന്ന തരത്തിലേക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ചെയ്തതാണ് അമേരിക്ക. ഇന്ന് ആ സ്ഥിതികൾക്കൊക്കെ മാറ്റം വരികയും ഓരോരോ രാജ്യങ്ങളും അവരുടേതായിരിക്കുന്ന നിലപാടുകൾ പറയാനും തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈജിപ്തും ചൈനയും സംയുക്തമായ രീതിയിലൊക്കെ സൈനിക പ്രകടനം നടത്തിയെന്നൊക്കെ പറയുന്നത്. അത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അതിനപ്പുറം ഈജിപ്തിൻ്റെയും ചൈനയുടെ ഒക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചൈനയും ഈജിപ്തും, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഒരു മുസ്ലിം രാജ്യം സംയുക്തമായിരിക്കുന്ന വ്യോമ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇത് തീരെ അമേരിക്കക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. മിഡിൽ ഈസ്റ്റിലുള്ള ലക്ഷ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ചൈന എന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ ചൈനയെ സ്വീകരിക്കുന്ന നിലപാടുകൾ ഉറക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വ്യോമത്താവളങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചൈന പൂർത്തീകരിക്കുകയും ചൈനയുടെ 2000-നും 5000-നും ഇടയിലുള്ള സൈനികർ ഇപ്പോൾ ഒമാനിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ യുദ്ധവിമാനങ്ങളും
അവരുടെ സൈനികപരമായിരിക്കുന്ന പ്രാക്ടിക്കൽ ചെയ്യാൻ പ്രത്യേകപരമായിരിക്കുന്ന പ്രദേശവും ഒമാൻ അവർക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾ അമേരിക്കയെ ഒഴിവാക്കി നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടും രാജ്യ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടും ആരൊക്കെയാണ് നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടത് എന്ന ഒരു അഭിപ്രായ ചർച്ചയ്ക്കിടയിലാണ് ഒമാൻ തങ്ങൾ ചൈനയെ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതും അവർക്ക് സായുധപരമായിരിക്കുന്ന എല്ലാവിധ സഹായങ്ങളും തങ്ങൾ നൽകും എന്ന് പറയുകയും ചെയ്തത്. അതോടനുബന്ധിച്ചാണ് ചൈനയുടെ സൈനികർ ഒമാനിലെത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം സർവ്വ മേഖലയിലും പരാജയമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ മേഖലയിൽ നിന്ന് പതുക്കെ പിടിച്ചു കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനോടനുബന്ധിച്ച് അമേരിക്കക്ക് സപ്പോർട്ട് ചെയ്യുന്ന പല രാജ്യങ്ങളും അവർക്ക് എതിരെ നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലാണ് അതിൻ്റെ പടപ്പുറപ്പാട് ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ആഫ്രിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളിൽപ്പെട്ടവരും അമേരിക്കക്കെതിരെ തിരിഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങളിൽ പെട്ടവർ തീരാൻ പ്രധാനമായിരിക്കുന്ന കാര്യം റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഉക്രൈൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്ന പരിഹാരത്തിന് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടാണ് സംസാരിക്കേണ്ടത്. അങ്ങനെയാണ് തങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കും എന്നുള്ളത്. 3 വർഷത്തിലധികം റഷ്യയുടെ സൈന്യവുമായിട്ട് യുദ്ധം ചെയ്ത് അവരുടെ സാമ്പത്തിക രംഗമൊക്കെ തകർന്നു പോവുകയും നിലനിൽപ്പ് പോലും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരു രാജ്യം നിലനിൽക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ അവകാശങ്ങളും അവരുടെ വിശ്വാസവും നേടിയെടുക്കാതെ ശത്രുപക്ഷമായിരിക്കുന്ന റഷ്യയോടൊപ്പം ചേർന്നുകൊണ്ട് അഭിപ്രായം പറഞ്ഞു, അതല്ലെങ്കിൽ അവരുമായിട്ട് സന്ധി ചേരാൻ തീരുമാനിച്ചതൊക്കെ വലിയ എതിർപ്പുണ്ടാക്കിയ കാര്യമാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് അകലാനുള്ള കാരണം. ബ്രിട്ടനാണ് ഇത് ആദ്യം തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ് അമേരിക്കയുടെ ഏകാധിപത്യ നിലപാടാണ്, തങ്ങളത് അംഗീകരിക്കുകയില്ല, ചർച്ച ചെയ്യേണ്ട ഉക്രൈനുമായിട്ടാണ്, അല്ലെങ്കിൽ ഉക്രൈനും റഷ്യയും സംയുക്തമായ രീതിയിലാണ്. ഉക്രൈനെ മാറ്റി നിർത്തിക്കൊണ്ട് റഷ്യയുമായിട്ട് ചർച്ച ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് ബ്രിട്ടൻ പറഞ്ഞു. അതിന് യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണച്ചു. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ വേർപിരിയുന്ന അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ അമേരിക്കക്ക് ഓരോരോ ദിവസവും പുതിയ പുതിയ ശത്രുക്കൾ ഉണ്ടാവുന്നു എന്നല്ലാതെ മിത്രങ്ങളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല. അതിൻ്റെ ഇടയിലാണ് ചൈനയുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിൽ ടാക്സ് ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ ഇറക്കുമതി കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അടിച്ചേൽപ്പിക്കുന്നു. ഇതുവരെ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചെയ്യാത്ത പ്രവർത്തനങ്ങളൊക്കെ ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിനോടനുബന്ധിച്ചാണ് ചൈനയുമായിട്ട് ബന്ധപ്പെട്ട തായ്വാന്റെ വിഷയത്തിൽ അനിയന്ത്രിത ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഇടപെടലുകൾ 5-ലധികം കപ്പലുകൾ അമേരിക്കയുടെ കപ്പലുകൾ ഇപ്പോൾ തായ്വാനിലുണ്ട് എന്ന് പറയുന്നു. യുദ്ധ വിമാനങ്ങളും സൈനികപരമായി ഉപയോഗിക്കപ്പെടുന്ന ആയുധങ്ങളും കവചിത വാഹനങ്ങളും അമേരിക്ക തായ്വാന് നൽകിയിട്ടുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ്. തായ്വാൻ അത് നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അമേരിക്കയുടെ ആയുധങ്ങൾ വെച്ചുകൊണ്ട് ചൈനയെ നേരിടാൻ പാകത്തിൽ തായ്വാനെ അമേരിക്ക പാകപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചൈന ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചത്. ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ചു എന്ന് മാത്രമല്ല, ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് നേരിട്ട് കൊണ്ട് ആക്രമണം നടത്താൻ പാകത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനങ്ങളൊക്കെ ചൈനയുടെ കൈവശത്തിലുണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ തെളിഞ്ഞതാണ്. അതോടൊപ്പം തന്നെ 15,000 കിലോമീറ്ററിൽ വൈദൂരത്തിൽ പറന്നുകൊണ്ട് ആക്രമിക്കാൻ പറ്റുന്ന പാകത്തിലുള്ള മിസൈലുകൾ തങ്ങളുടെ കൈവശത്തിലുണ്ട് എന്ന് കൊറിയയും പറഞ്ഞിട്ടുണ്ട്. കിം ജോങ് ഉൻ 2-ലധികം തവണ വേണ്ടി വന്നാൽ അമേരിക്കയിൽ ആണവ സ്ഫോടനം നടത്താൻ വേണ്ടി തങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള രാജ്യങ്ങളുടെ സഹായമൊന്നും വേണ്ട, ഇവിടുന്ന് തന്നെ തങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന സമയത്ത് ചൈന അവരുടേതായിരിക്കുന്ന സുരക്ഷത്തോടൊപ്പം തന്നെ അമേരിക്ക ഏത് തരത്തിൽ കൂട്ടിക്കെട്ടാൻ പറ്റും എന്ന കാര്യത്തെക്കുറിച്ചും ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ അറേബ്യൻ രാജ്യങ്ങളൊക്കെ ചൈനയോടും റഷ്യയോടൊപ്പം ചേർന്ന് നിൽക്കുകയും അമേരിക്കയും ഇസ്രായേലുമായിട്ട് അകന്നു നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഇവരുടെ എല്ലാവിധ ശ്രമങ്ങളും വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ അറബ് രാജ്യങ്ങൾ ഇത്ര 2 കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് താവളങ്ങൾ ഒരുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ അറബ് രാജ്യങ്ങൾ എപ്പോഴും മാറ്റി നിർത്തിയിരുന്നത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അകൽച്ച കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ്
പ്രത്യയശാസ്ത്രത്തിന് ബദൽ സംവിധാനം അല്ലെങ്കിൽ നേരെ എതിർ രീതിയിലാണ് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം ഉണ്ടാവുക. രണ്ട് ആശയങ്ങൾ തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത രീതിയിൽ ഒരു അകൽച്ച ഉള്ളത് കൊണ്ട് ആ അകൽച്ചയാണ് അറബ് രാജ്യങ്ങളും ഈ ചൈനയും തമ്മിൽ അകലാനുള്ള കാരണം. എന്നാൽ അറബ് രാജ്യങ്ങളുടെ സാംസ്കാരികപരമായിരിക്കുന്ന തനിമ പോലും കളങ്കം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം അമേരിക്ക ചെയ്യുന്ന സമയത്ത്, എന്നാൽ ചൈന തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ശത്രുക്കളുടെ ശത്രു മിത്രം എന്ന് പറഞ്ഞ പോലെ ചൈനയാണ് ഉത്തമൻ എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈജിപ്തുമായിട്ടും മറ്റുള്ള അറബ് രാജ്യങ്ങളുമായിട്ടും ചൈനക്ക് സഹകരിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും അറേബ്യൻ മേഖല ഒരുക്കിക്കൊടുത്തത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്.